തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ലൂവിനെ കാണിച്ചുകൊണ്ടാണ്. ലൂ ഒരു ഫിലിം ആക്ട്രസ് ആണ്. ഇപ്പോൾ അവൾ വളരെ ആകാംക്ഷയിൽ അവൾ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു അവാർഡിന്റെ റിസൾട്ട് പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നു. പക്ഷെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവൾക്ക് ആകെപ്പാടെ നിരാശയാണ് ഉണ്ടാകുന്നത്. കാരണം ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അവൾക്കല്ല, മറിച്ച് ഫാൻ എന്ന ഒരു പയ്യനാണ്. അതവളെ വളരെ സങ്കടത്തിലാക്കുന്നു. ഇത്തവണയും അവരാണല്ലോ അവാർഡ് അടിച്ചിരിക്കുന്നത് എന്നവള് നിരാശപ്പെടുമ്പോ മറ്റൊരു ആക്ട്രസ് ആയ മായി ലൂവിന്റെ അടുത്ത് വന്ന് എന്തൊരു ഭാഗ്യക്കേടാണല്ലേ, മൂന്നാം തവണയും നോമിനേറ്റഡ് ആയിട്ട് സമ്മാനം അടിച്ചില്ലല്ലോ എന്നവളെ കളിയാക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്തായാലും 3 തവണ നോമിനേറ്റഡ് ആയല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് അവളെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ഒന്നുകൂടെ കളിയാക്കുന്നു. അവൾക്ക് ഇതെല്ലാം നന്നായി മനസ്സിലാവുന്നുണ്ട്. മായി തന്നെ കളിയാക്കുകയാണെന്ന ദേഷ്യം വരുന്ന ലൂ ആകട്ടെ നൈസായി അവൾക്ക് ഒരു പണി കൊടുക്കുന്നു. നടന്നു പോകുന്ന വഴിയിൽ അറിയാതെ അവളെ തട്ടുന്ന പോലെ ഒരു തട്ട് വെച്ചു കൊടുത്ത് കയ്യിലുള്ള വൈനെല്ലാം ദേഹത്താക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പുറത്തു പോകാനായി ലൂ നിൽക്കുമ്പോഴാണ് അവൾ ഇപ്പോഴത്തെ ആ ഒരു അവാർഡ് നേടിയിരിക്കുന്ന ഫാനിനെ കാണുന്നത്. ഫാൻ ആകട്ടെ ഇവളെ കണ്ട് അവന്റെ വിജയത്തെ പറ്റി അവളോടൊന്ന് കളിയാക്കി സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ അവൾക്ക് നല്ല കലിപ്പ് വരുന്നത് കൊണ്ട് തന്നെ അടുത്ത തവണത്തെ അവാർഡ് നീ ഇപ്പോഴേ മനസ്സിൽ കുറിച്ചിട്ടോ, ഞാൻ തന്നെ ആയിരിക്കും നേടാ, നിന്നെ തോൽപ്പിച്ചില്ലെങ്കിൽ നീ എന്റെ പേര് പൂച്ച കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവള് തിരിച്ചു നടക്കാനായി ഒരുങ്ങുമ്പോൾ തട്ടി വീഴാൻ പോകുമ്പോഴാകട്ടെ അവളെ പോയി സേവ് ചെയ്യുന്ന പോലെ താങ്ങി പിടിക്കുകയുമാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മായയാണ്. മായയ്ക്ക് ഫാനിനെ ഇഷ്ടമാണ്, പക്ഷെ അവനുമായി നല്ല ജോഡിയാണ് എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം ലൂവിനെ പറയുന്നതൊന്നും അവൾക്ക് തീരെ ഇഷ്ടമല്ല. അവൾ ആ കാര്യം പറഞ്ഞ് അവളുടെ കാറിലിരുന്ന് പെറുപുറത്തുകൊണ്ടിരിക്കുമ്പോ അവളുടെ പൂച്ചക്കുട്ടി ഇവളീ പറയുന്നതൊക്കെ കേട്ട് മിയാവൂ മിയാവൂ എന്ന് കരയുന്നുണ്ടായിരുന്നു. അത് കേട്ട് അവൾക്ക് നല്ല കലിപ്പ് വരുന്നു. ഞാൻ എന്റെ സങ്കടം പറയുമ്പോ നീ ഇവിടെ കിന്നരിച്ചുകൊണ്ടിരിക്കുകയാണോ ചോദിച്ചു അവളുടെ വളർത്തുപൂച്ചയെ അവള് കാറിന് പുറത്തേക്ക് വിടുന്നു. ഇതേ ടീം മുന്നേ വീഴാൻ പോയ ലൂവിനെ ഫാൻ താങ്ങി പിടിക്കുന്ന പിക്ചർ ആരോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് വൈറലാക്കിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇവർ തമ്മിൽ നല്ല ചർച്ചയാണ്. ഇവർ ഡേറ്റ് ചെയ്യണമെന്ന് ഒരുപാട് പ്രേക്ഷകർ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒന്നിച്ചുള്ള ഇങ്ങനത്തെ ഒരു ഫോട്ടോ നെറ്റിലെ ലീക്ക് ആകുമ്പോൾ അത് വളരെ വൈറലാവുന്നു. ഇത് ലൂവിന്റെ കരിയറിനെ ബാധിച്ചാലോ എന്ന് പേടിക്കുന്ന മാനേജർ ആ കാര്യം പറഞ്ഞ് അവളോട് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ വഴക്കിനെ തുടർന്ന് അവൾ കാർ വിട്ട് പുറത്തേക്ക് ഇറങ്ങി കാർ പാർക്കിംഗ് ഏരിയയിൽ അങ്ങനെ നിൽക്കുമ്പോൾ മാനേജറും അപ്പുറത്തെ ദേഷ്യത്തിന് കാർ ഓടിച്ചു പോകുന്നു. ആ സമയമാണ് അവൾ അവിടെ മായി ഇറക്കി വിട്ട് ആ പൂച്ചക്കുട്ടിയെ കാണുന്നത്. അവൾക്കാകട്ടെ പെട്ടെന്ന് അതിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നു. നല്ല ക്യൂട്ട് പൂച്ചയല്ലേ എന്ന് ഓർത്ത് അവൾ അതിനെ എടുക്കാനായി പോകുമ്പോഴേക്കും അവിടെ ഇത് കണ്ടിരിക്കുന്ന മായി തന്റെ ഡ്രൈവറിനോട് നേരെ അവളുടെ അടുത്തേക്ക് കാർ ഓടിച്ചു ചെല്ല്, ഇടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഡ്രൈവറിനോട് കാർ മുന്നോട്ടെടുക്കാനായി പറയുന്നു. ഡ്രൈവർ അങ്ങനെ അവിടെ ഇരിക്കുന്ന ലൂവിനെ പേടിപ്പിക്കാനായി കാർ ചീറിപ്പാഞ്ഞ് അടുത്തേക്ക് വരുമ്പോഴേക്കും പിന്നീട് നമ്മൾ അവളുടെ നിലവിളി മാത്രമാണ് കേൾക്കുന്നത്. അതിനുശേഷം അല്പം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിലുള്ള ലൂവിനെ നമുക്ക് കാണാം. ലൂ കോമയിലാണെങ്കിലും അവളുടെ സോള് ഇപ്പോൾ അവളുടെ ശരീരത്തിലില്ല. അത് ആസ്ട്രൽ പ്രൊജക്ഷൻ വഴി അവളുടെ കൂടെ ആ ഒരു കാർ അപകടം സംഭവിക്കുന്നതെയും കൂടെ തന്നെ ഉണ്ടായിരുന്ന ആ പൂച്ചയുടെ ശരീരത്തിലേക്ക് മാറിയിരിക്കുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ കൂട്ടുകാർക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ വിസ്മയത്തുമ്പത്ത് സിനിമയിൽ നായികയുടെ ശരീരത്തിൽ നിന്ന് അവളുടെ സോള് മാത്രം പുറത്തേക്ക് പോയി ശരീരത്തെ തേടി നടക്കുന്ന ഒരു അവസ്ഥയല്ലേ നമ്മൾ കണ്ടത്. അതേപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവ് ശരീരത്തിന് പുറത്തു നിന്ന് ലോകത്തെ നോക്കിക്കാണുന്ന ആ ഒരു രീതി. അവളാകട്ടെ തന്റെ രൂപം അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിൽ കണ്ട് ആകെ ഷോക്കാവുന്നു. കാരണം അപ്പോഴാണ് അവൾക്ക് താനൊരു പൂച്ചയായാണ് ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാവുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ അവളൊരു സാധാരണ പൂച്ചയാണ്. അവൾ എന്ത് സംസാരിച്ചാലും അത് മ്യാവ് മ്യാവ് എന്നൊരു ശബ്ദമായി മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ നമുക്ക് അവൾ പറയുന്നതും കേൾക്കാം, അവളുടെ വളരെ ക്യൂട്ടായ ആ ഒരു രൂപവും കാണാം. അപകടത്തിൽ പെട്ട് കിടക്കുന്ന ലൂവിന്റെ അടുത്തായിട്ട് അവളുടെ മാനേജറും നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ നിന്നെ കാർ പാർക്കിംഗ് ഏരിയയിൽ തനിയാക്കി പോയതുകൊണ്ടല്ലേ ഈ ഒരു അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഫാൻ എത്തുന്നത്. ഫാനും ലൂവും എല്ലാം കുട്ടിക്കാലം മുതലേ നന്നായി അറിയാവുന്നവരാണ്. അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സുമാണ്. അവരുടെ ഫാമിലീസ് തമ്മിലും നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ അപകട വാർത്ത അറിഞ്ഞ് അവൻ കാണാനായി ഓടിയെത്തുന്നു. ആ സമയം അവിടേക്ക് മായും വരാണ്. മായി വന്നിട്ട് അപകടത്തിൽ പെട്ട് കിടക്കുന്ന ലൂവിനേക്കാൾ അവളുടെ ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്ന അവളുടെ വളർത്തുപൂച്ചയിലായിരുന്നു. ഈ ടീം അവിടെയുള്ള ഫാനിനെയും ഇംപ്രസ് ചെയ്യാനായി മായി നോക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന ഫാൻ ആകട്ടെ അവളെ മൈൻഡ് ചെയ്യാതെ അവളോട് ഒരു കാര്യം ചോദിക്കുന്നു. ഈ പൂച്ചയെ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഒരു കാർ ഇടിക്കാൻ വന്ന് അതിനെ രക്ഷിക്കാനായി ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് ലൂവിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയതെന്നാ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഈ പൂച്ചയെ എനിക്ക് വളർത്താൻ തരുമോ എന്ന് ഫാൻ ചോദിക്കുമ്പോ ഈ പൂച്ച എങ്ങനെയാലും ഞാൻ കളയണം വിചാരിച്ചിരിക്കായിരുന്നു. എന്തായാലും ഇത് നല്ല തക്കമെന്ന് വിചാരിക്കുന്ന അവൾ അതിന് അവന് കൊടുക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന മായി തന്റെ ഡ്രൈവറിനോട് വളരെ സന്തോഷത്തില് എന്തായാലും ജസ്റ്റ് അവളെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞപ്പോ നീ അവളെ ഇടിക്കാൻ
പോയ ആ രീതിക്ക് അവൾ ഈ കോമയിലേക്ക് പോയത് വളരെ നന്നായി. അവളിപ്പോ അഭിനയിച്ചുകൊണ്ടിരുന്ന ഡ്രാമയുടെ ഓഫർ ഇനി എനിക്കായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ എന്റെ രേഖ തെളിഞ്ഞു എന്നെല്ലാം മായി വളരെ സന്തോഷിക്കുന്നു. ഇതേ ടൈം മാനേജർ ആകട്ടെ ഫാനിനോട് ലൂവിനെ നോക്കാനായിട്ട് ഒരു ആളിനെ ഇവിടെ നിർത്തേണ്ടി വരും. എപ്പോഴും എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കാൻ പറ്റില്ലല്ലോ, തിരക്കും കാര്യങ്ങളും ഒക്കെ ഇല്ലേ എന്നൊക്കെ പറയുമ്പോ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ പൊക്കോ, അവളുടെ കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം. കാരണം അറിയാലോ, ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ഞങ്ങളുടെ ഫാമിലീസ് തമ്മിലും വലിയ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവൾ ഇങ്ങനെ അവസ്ഥയിൽ തനിയാക്കി പൊടിയും തട്ടി പോകാൻ കഴിയില്ല. അവളുടെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് ഫാൻ പറയുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിലുള്ള ലൂവിനെ ഫാനിനെ ഏൽപ്പിച്ച് മാനേജർ പുറത്തേക്ക് പോകുന്നു. ആ ടീം ഫാനിനെ കൊച്ചിലെ തൊട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും അവനോട് കരിയർ പരമായ കാര്യങ്ങൾ മൂലവും മറ്റു ചില പേഴ്സണൽ കാര്യങ്ങൾ മൂലവും തീരെ ഇഷ്ടമില്ലാത്ത അവൾ അവന്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാനായി പുറത്തേക്ക് പോയത് എന്റെ മാനേജറിന്റെ പിറകെ ഓടാനായി നോക്കുമ്പോഴേക്കും എവിടേക്ക് ഈ പൂച്ചക്കുട്ടി പോകുന്നതെന്നും പറഞ്ഞ് അവൻ അവളെ എടുത്ത് ചേർത്ത് നിർത്തുന്നു. അവന്റെ കണ്ണിൽ ഇവളൊരു മനുഷ്യ സ്ത്രീയോ അവന്റെ കളിക്കൂട്ടുകാരിയായ ലൂവോ അല്ലെങ്കിൽ വലിയ സിനിമാ നടിയായ ലൂവോ ഒന്നുമല്ല, വെറും ഒരു പൂച്ചക്കുട്ടി മാത്രമാണല്ലോ. അങ്ങനെ അവൻ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാറ്റ് ഫുഡ് ഒക്കെ കഴിക്കാൻ കൊടുക്കുന്നു. ഞാനിത് എങ്ങനെ കഴിക്കാന്ന് ഓർത്ത് അവൾ ആദ്യം കാറ്റ് ഫുഡ് തട്ടിക്കളയുന്നുണ്ട്. അതിനുശേഷം അവന്റെ വീട്ടിലെ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒന്നും തന്നെ ഇല്ല. ഇവിടെ കുക്കിംഗ് ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്ന അവൾക്ക് വിശപ്പ് മാറ്റാൻ വേറെ ഒരു വഴിയുമില്ല എന്ന കാര്യം കൺഫേം ആകുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ കാറ്റ് ഫുഡ് തന്നെ കഴിക്കുകയാണ്. അതിനുശേഷം എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുക, എനിക്ക് ഇവന്റെ അടുത്ത് നിൽക്കാനേ തീരെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ അവളെ മുന്നേ ഇവരുമായി നടന്ന ചില ഇൻസിഡൻസ് ഒക്കെ ആലോചിക്കുന്നു. ആദ്യം അവനോട് വലിയ ദേഷ്യമോ ഇഷ്ടക്കേടോ ഒന്നും അവൾക്കില്ലായിരുന്നെങ്കിലും പിന്നീട് പതിയെ പതിയെ രണ്ടുപേരും ഒന്നിച്ച് സിനിമാ മേഖലയിലേക്ക് വന്നതിനു ശേഷം ഓരോ പ്രശ്നങ്ങൾ നടന്നതും അവൻ തന്നെ പലപ്പോഴും കെയറോടെ നോക്കിയിട്ടും താൻ വളരെയധികം അവനോടുള്ള ദേഷ്യം ഉള്ളിൽ കൊണ്ടു നടന്നതും ഒക്കെ ആലോചിച്ച് അവൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകണമെന്ന് കരുതുന്നു. പക്ഷെ അപ്പോഴും അവൾക്ക് അതിന് കഴിയുന്നില്ല. അവൾ അറിയാതെ അവിടെ കിടന്ന് ഉറങ്ങിയൊക്കെ പോകുന്നു. പിന്നീട് അവൻ വന്ന് തട്ടി തലോടുന്ന സമയത്താണ് അവൾക്ക് ഉറക്കം പോകുന്നത്. അവനാകട്ടെ തനിക്ക് കിട്ടിയ പൂച്ചക്കുട്ടിയെ ഒന്ന് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് കൊണ്ടുപോകണം എന്നുകൂടി പറയുമ്പോ അത് കേൾക്കുന്നവളുടെ ഉള്ള ബോധം കൂടി പോകുന്നു. അവളാകട്ടെ ഇവൻ തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരിക്കാനായി അങ്ങിങ്ങ് അവന്റെ കണ്ണിൽ പെടാതെ ഒളിച്ചു കളിക്കുന്നതിന്റെ ഇടയിൽ അവൻ അതിനെ പിടിക്കാനായി നോക്കുന്ന ടീം അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ താഴെ വീണ് പൊട്ടുന്നു. ആ ഫോട്ടോ അവൻ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അത് ഫാമിലീസ് തമ്മിലെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ഫാനും ലൂവും അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഒന്നിച്ചെടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു. അത് ഇവൻ ഇപ്പോഴും വളരെ കാര്യമായി ഫ്രെയിം ചെയ്ത് തന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഫോട്ടോ പൊട്ടിയത് കാണുന്നവൻ നമുക്ക് അവളെ പോയി കണ്ടിട്ട് വന്നാലോ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തുമ്പോ മാനേജർ ഇരിപ്പുണ്ട്. ഡോക്ടർ ഇനി ഇവിടെ കിടത്തണ്ട, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോക്കോളാനാ പറയുന്നത്. ഇനിയിപ്പോ അതിനെന്ത് ചെയ്യും, എനിക്ക് കൂട്ടിക്കൊണ്ടുപോയി നോക്കാനായി കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടെന്നെല്ലാം മാനേജർ പറയുമ്പോ എങ്കിൽ ഞാൻ കൊണ്ടോ എന്റെ വീട്ടിലേക്ക് അവൾ വരട്ടെ എന്ന് കോമ സ്റ്റേജിലുള്ള ലൂവിനെ താൻ കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ പറ്റി ഫാൻ പറയുന്നു. അത് കേൾക്കുന്നത് ലൂവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലില്ല, ഞാനങ്ങ് ഇവന്റെ വീട്ടിലേക്ക് പോയില്ല എന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ചാടി അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. അവളിങ്ങനെ ചെയ്യുന്നത് ഇവരുടെ കണ്ണില് ഒരു പൂച്ചക്കുട്ടി ബെഡ്ഷീറ്റും കടിച്ചു പറിച്ചുകൊണ്ട് ഓടുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഓടിപ്പോയ പൂച്ചയെ പിടിക്കാനായി മാനേജർ പിറകെ പോകുന്ന ടൈം നമ്മുടെ പൂച്ചയായി മാറിയിരിക്കുന്ന ലൂ ആകട്ടെ അവിടെ മണ്ണില് അവളുടെ കൈവിരലുകൾ കൊണ്ട് ഞാൻ പൂച്ചയല്ല, ഞാൻ ലൂ ആണെന്ന കാര്യം എഴുതുന്നു. ആദ്യം അത് മാനേജർ വിശ്വസിക്കുന്നില്ലെങ്കിലും പിന്നീട് ഇവർക്ക് മാത്രം അറിയാവുന്ന ജോലി സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ എഴുതി കാണിച്ച് ലൂ താൻ പൂച്ചയായി മാറിയിരിക്കുന്ന കാര്യം മാനേജറിനെ കൊണ്ട് വിശ്വസിപ്പിച്ചെടുക്കുന്നു. തുടർന്ന് മാനേജർ അവളോട് തന്റെ റൂമിലിരുന്ന് സംസാരിക്കുന്ന ടീം എന്നെ ആ ഫാനിന്റെ കൂടെ ഒന്നും പറഞ്ഞു വിട്ടേക്കരുത്, ഞാൻ പോകത്തില്ല, എനിക്ക് അവനെ ഇഷ്ടമല്ല എന്ന് അവന് മനസ്സിലാവാനായി ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങോട്ടേക്ക് ആരോ വരുന്നത്. ഫാൻ ആയിരിക്കുമെന്ന് നോക്കുമ്പോ വന്നിരിക്കുന്നത് മായി ആണ്. ഫാൻ വിളിപ്പിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞ് മായി അവിടേക്ക് എത്തുമ്പോഴേക്കും അവിടേക്ക് വരുന്ന ഫാൻ ആകട്ടെ അവളെ കണ്ടപാടെ കൂടുതൽ കാര്യകാരണങ്ങളൊന്നും പറയാതെ കാരണക്കുറ്റിക്കിട്ട് ഒരു അടി കൊടുക്കുന്നു. അതിനുശേഷമാണ് പറയുന്നത് ഓൾറെഡി നിന്റെ കാറ് വന്ന് അന്ന് അപകടം സംഭവിച്ചതുകൊണ്ടാണ് ലൂ കോമ സ്റ്റേറ്റിലേക്ക് പോയിരിക്കുന്നത്. അത് പിന്നെയും ഒരു ആക്സിഡന്റ് അല്ലേ, പോട്ടെ എന്ന് വെക്കാം. പക്ഷെ ദേ നോക്ക്, അവളെ ഈ ഒരു അവസ്ഥയിൽ കിടത്തിക്കൊണ്ട് നീ അവളുടെ ചാൻസ് എല്ലാം തട്ടിയെടുക്കാൻ നോക്കുന്നത് മഹാമോശമാണ്. അവൾ അധികം നാള് ഇങ്ങനെ കിടക്കില്ല. അവള് റിക്കവർ ആയി വരുമ്പോ അവക്കെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അവൾക്ക് വയ്യാഴിക വന്ന സമയം നീ അവളെ വെറും വട്ടപൂജ്യമാക്കാൻ നോക്കുന്നതിനോട് എനിക്ക് കണ്ണടച്ച് അനുകൂലിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ഫാൻ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മായി തുടർന്നാൽ അതിന് മായിക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നതായിരിക്കുമെന്ന് അവളെ വഴക്ക് പറഞ്ഞ ശേഷം അവിടെ നിന്ന് തന്റെ പൂച്ചയും എടുത്തുകൊണ്ട് പോകുന്നു. ഈ ടീം ഇപ്പൊ ഇതൊരു സാധാരണ പൂച്ചയല്ല, ലൂ ആണെന്ന് അറിയാവുന്ന മാനേജർക്ക് ഫാൻ ലൂവിനെ എടുത്തുകൊണ്ട് പോകുന്നത് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും മനസ്സിൽ ആ ഒരു പിക്ചർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനും പിറകെ പോകുന്നു. അപ്പോഴേക്കും തന്റെ കാരണക്കുറ്റിക്കിട്ടടിച്ച ഫാനിനെ തന്നെ ഇൻസൾട്ട് ചെയ്ത് ഇപ്പോഴും ലൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാനിനെ ഒരു പാഠം പഠിപ്പിക്കാനായി തന്നെ മായി തീരുമാനിക്കുന്നു. ഇതേ ടീം ഈ ഒരു സമയത്താണ് കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായി ലൂവിന് ഫാൻ ഒരു നല്ല ആളാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് വരുന്നത്. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അവൾക്ക് കരിയർ പരമായ കാര്യങ്ങളും മറ്റു ചില കാരണങ്ങളും ഒക്കെ മൂലം അവനോട് വളരെ ഇഷ്ടക്കേടും കോമ്പറ്റീഷനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ അവൻ
തനിക്ക് വേണ്ടി താൻ ഒരു കോമയില് ഒരിക്കലും താൻ അറിയില്ല എന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോ പോലും തനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ അവളുടെ ഉള്ളിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ പൂച്ചയായിരിക്കുന്ന ലൂ വീണ്ടും ഫാനിന്റെ വീട്ടിലെത്തുന്നു. ആ ടീം മാനേജറും പുറകെ കൂടുന്നുണ്ട്. കാരണം ഇത് പൂച്ചയല്ല ലൂ ആണെന്നത് കൺഫേം ആയ മാനേജർക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അപ്പോഴേക്കും മായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവൾ ഫാനിന്റെ ഏജൻസിയിൽ ഫാൻ ഇപ്പോ എപ്പോഴും ലൂവിന്റെ മാനേജറുമായി കമ്പനി അടിച്ച് നടക്കുക, ചിലപ്പോൾ ഏജൻസി മാറാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്തത് പ്രകാരം അവന്റെ മാനേജർ വേറൊരു ഏജൻസിയിലെ മാനേജറിന്റെ കൂടെ കൂട്ടുകൂടി നടക്കുന്ന കാര്യം പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. തുടർന്ന് വേഗം തന്നെ ലൂവിന്റെ മാനേജർക്ക് ഇവിടം വിട്ടു പോവേണ്ടി വരുന്നു. കൂടാതെ മുന്നേ മായി തന്നെ അടിച്ച് ആക്ഷേപിച്ച ഫാനിനെ ഒരു പാഠം പഠിപ്പിക്കാനായി ഉദ്ദേശിച്ച് അവൻ ലൂവിന് വേണ്ടിയാണ് തന്നെ അടിച്ചതെന്ന കാരണം കൊണ്ട് അവളെ പറ്റി വളരെ മോശമായി ചില കാര്യങ്ങൾ പറഞ്ഞ് റിപ്പോർട്ടേഴ്സിനെ ഇളക്കി വിടുന്നു. റിപ്പോർട്ടേഴ്സ് വന്നങ്ങനെ ഫാനിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടീം അവനാകട്ടെ ലൂവിന് വേണ്ടിയാണ് അപ്പോഴും സംസാരിക്കുന്നത്. അവളെ സപ്പോർട്ട് ചെയ്ത് അവൻ പറയുന്നതൊക്കെ കേൾക്കുന്ന അവൾ വളരെ ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ ആ തിരക്കിനെല്ലാം ശേഷം അവനൊന്ന് ഫ്രഷ് ആവാനായി പോകുന്ന ടീം ഇവൾ ഒറ്റയ്ക്കിരുന്ന് ഫാന്റെ കാര്യം തന്നെ ആലോചിക്കുന്നു. പണ്ട് മുതലേ ഇവൻ തന്നോട് നല്ല കെയറോട് കൂടി പെരുമാറിയിട്ടുണ്ട്. ഒരുപക്ഷെ തന്റെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നിട്ട് പോലും അതൊന്നും വകവെക്കാതെ അവൻ തന്നോട് കാര്യമായി പെരുമാറിയിരുന്നത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ഈ ഒരു സാഹചര്യത്തിലും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നെല്ലാം അവൾ ആലോചിച്ചിരിക്കുമ്പോൾ കുളി കഴിഞ്ഞെത്തുന്ന അവൻ അവിടെ ഇരുന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ പൂച്ചക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാനായി കിടക്കുന്നു. എന്തൊക്കെയാണെങ്കിലും അവന്റെ കണ്ണിൽ ഇത് വെറും ഒരു പൂച്ചക്കുട്ടിയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ലൂ അല്ലേ. അതുകൊണ്ട് അവൾക്കത് വളരെ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നു. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് പൂച്ചയായി മാറിയ ലൂ ആണ് തന്റെ അടുത്തുള്ളത് എന്നറിയാതെ ഫാൻ ബാത്റൂമിലൊക്കെ പോകാനായിട്ട് നമ്മുടെ ലൂവിന് തോന്നുമ്പോ അവൾ ഫാനിന്റെ കണ്ണിൽ പെടാതെ ബാത്റൂമിൽ പോകാറുണ്ട്. പക്ഷെ ഇടയ്ക്കെങ്ങാനും ഇവളിങ്ങനെ ബാത്റൂമിന്റെ പരിസരത്തേക്ക് പോകുന്നത് കണ്ടാൽ അവൻ അപ്പൊ അവളെ പിടിച്ച് ഇത് മനുഷ്യർ ഉപയോഗിക്കുന്നതല്ലേ, നീ എവിടെയെങ്കിലും അല്ല പോണ്ടേന്നും പറഞ്ഞ് ഒരു അനിമൽ പോട്ടിയിലേക്ക് അവളെ കൊണ്ടിരുത്തിയിട്ട് നിനക്ക് ബാത്റൂമിൽ പോണെങ്കിൽ ഇവിടെ പൊക്കോ, ക്ലീൻ ചെയ്യാനൊക്കെ ഇവിടെ ആളുണ്ടെന്ന് അവൻ പറയുന്നു. അവൾക്കാണെങ്കിൽ എന്ത് പറയണം ചെയ്യണോന്ന് അറിയില്ല. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് പൂച്ചയെ കൊഞ്ചിക്കുന്ന അവൻ അതിന് ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ അവൾക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. അവൾ പിന്നീട് അവന്റെ കൂടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായി പോകുന്നു. അവിടെ വെച്ച് ഫാനിനെ കാണുന്ന മായി അവന്റെ കയ്യിലുള്ള പൂച്ചയെ വാങ്ങി ഇത് എന്റെ പൂച്ചയായിരുന്നു, ഞാൻ ഫാൻ ചോദിച്ചപ്പോ കൊടുത്തതാണ് എന്നിങ്ങനെ അവിടെയുള്ള മീഡിയക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീം മായി കാരണമാണ് താൻ കോമയിലായത്, അവള് തന്നോട് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണ് എന്ന് അവളും ഡ്രൈവറും അവിടെ രഹസ്യമായി സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ലൂ ആ ദേഷ്യത്തിന് മായുടെ മുഖത്ത് തന്നെ നല്ലൊരു മാന്ത് വെച്ച് കൊടുക്കുന്നു. എന്തായാലും അതിന്റെ ഇടയിൽ ഇങ്ങനെ ഫാൻ എപ്പോഴും തന്നെ കിസ് ചെയ്യുന്ന കാര്യം തീരെ ഇഷ്ടമില്ലാത്ത ലൂ അതിനെപ്പറ്റി മാനേജറിനോട് കംപ്ലൈന്റും പറയുന്നുണ്ട്. അവൾക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് മൊബൈലിൽ ടൈപ്പ് ചെയ്താണ് കംപ്ലൈന്റ് പറയുന്നത്. അവൻ അത് വായിച്ച് ചിരിക്കുന്നു. എന്തായാലും ഫാൻ നിങ്ങളെ വളരെ കെയറോട് കൂടിയാണ് നോക്കുന്നത്. നിങ്ങളൊരു സാധാരണ പൂച്ചയാണെന്നുള്ള ധാരണയിൽ പോലും എത്ര കാര്യമായിട്ടാണ് നോക്കുന്നത്, അതെന്താ മനസ്സിലാക്കാത്തതെന്ന് പറയുന്ന അവൻ പെട്ടെന്ന് അവിടേക്ക് ഫാൻ വരുന്നത് കണ്ട് മെസ്സേജ് ഡിലീറ്റ് അടിക്കാനായി നോക്കുമ്പോഴേക്കും ആ മെസ്സേജ് ഫാൻ കാണുന്നു. താൻ കിസ് ചെയ്യുന്നതിനെ പറ്റി മെസ്സേജ് പോലെ ഇങ്ങനെ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട് ഫാൻ ആകെ ഷോക്കാവുന്നു. കാരണം അവിടെ ആകെപ്പാടെ അവന്റെ കണ്ണിൽ പെടുന്ന മനുഷ്യൻ മാനേജർ മാത്രമാണല്ലോ. അപ്പോ ഈ മാനേജർ എന്താ തന്റെ കിസിനെ പറ്റിയൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ലൂവിന്റെ കാര്യം സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ മാനേജറിനെ ഇപ്പൊ താൻ കാണുന്നതിനെ പറ്റി അയാളുടെ ഉള്ളിൽ മോശമായ എന്തെങ്കിലും ചിന്ത കടന്നു കൂടിയിട്ടുണ്ടോ എന്നിങ്ങനെയാണ് അവന് വരുന്ന തെറ്റിദ്ധാരണ. കാരണം അവൻ സ്വപ്നത്തിന്റെ ഒരു കോണിൽ പോലും അവിടെ ഇരിക്കുന്ന പൂച്ചയാണ് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്തത്, അത് വെറും പൂച്ചയല്ല ലൂ ആണ് എന്നൊന്നും ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കോമയിലുള്ള ലൂവിന്റെ അടുത്തേക്ക് ചെന്ന് ഫാൻ വളരെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നതാണ്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഓർത്ത് അവൻ അവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നത് മാറിയിരുന്ന ഒരു പൂച്ചയായി കാണുന്ന ലൂവിന് വളരെയധികം ഫീൽ ആവുന്നുണ്ട്. ഇവൻ തന്നെ ഓർത്താണല്ലോ ഈ സങ്കടപ്പെടുന്നത് എന്ന് അവൾ തിരിച്ചറിയുന്നു. അങ്ങനെ അവളും ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നല്ല മെമ്മറീസ് ഓർക്കാണ്. ഒരു പക്ഷെ മാനേജർ പറഞ്ഞതുപോലെ പണ്ട് മുതലേ ഇവന് തന്നോട് പ്രണയമുണ്ടായിരുന്നോ എന്ന് അവൾക്കും ഒരു ഡൗട്ട് തോന്നുന്നു. ഇവനാണെങ്കിൽ അതിന്റെ ഇടയിൽ ഈ പൂച്ചക്കുട്ടിയെ കാണുമ്പോഴെല്ലാം എനിക്ക് ലൂവിനെ ഓർമ്മ വരുന്നു. ഇതിനെ രക്ഷിക്കാനായി അവളെന്ന അപകടത്തിൽ പെട്ടു എന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് ഇതിനോട് യാതൊരു ദേഷ്യവും തോന്നുന്നില്ല. അവളെ കാണുന്ന പോലെയാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്നെല്ലാം അവൻ തന്നെ ഡ്രിങ്ക്സ് അടിച്ച് അടുത്ത് പൂച്ചയെ വെച്ച് അതിനോട് തന്നെ സംസാരിക്കുമ്പോ ഒരുപക്ഷെ ഇവൻ തന്നെ കണ്ടുപിടിക്കുവോ, കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും ഇവന്റെ ആറ്റിറ്റ്യൂഡ് എന്നിങ്ങനെ അവൾക്കും നല്ല പേടിയാകുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസങ്ങളെ കടന്നു പോകെ ലൂവിന്റെ മാനേജറിന്റെ കാര്യത്തിൽ ഫാനിന് വളരെ ഡൗട്ട് ഒക്കെ തോന്നുന്നു. അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഈ പൂച്ചയോട് സംസാരിക്കുന്നു, പൂച്ചയ്ക്ക് മനുഷ്യര് കഴിക്കുന്ന പ്രത്യേകിച്ച് ലൂവിന് ഇഷ്ടമുണ്ടായിരുന്ന ഫുഡ് പ്രത്യേകം വാങ്ങിക്കൊടുക്കുന്നു, പൂച്ചയെ താൻ ഒരുപാട് കൊഞ്ചിക്കുമ്പോഴൊക്കെ വളരെയധികം അതിനോട് റെസ്ട്രിക്ട് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ആലോചിക്കുന്ന അവൻ വളരെ സസ്പീഷ്യസ് ആവുന്നു. അതുകൊണ്ട് തന്നെ മാനേജറിനെ പിടിച്ചു കൊടയുമ്പോ കോമ സ്റ്റേറ്റിലേക്ക് പോയ ലൂവിന്റെ സോൾ ഇപ്പോ ആ പൂച്ചയുടെ ശരീരത്തിലാണ് ഉള്ളതെന്ന കാര്യം മനസ്സിലാവുന്നു. അത് കേട്ട് അവൻ ആകെ ഷോക്കാവുന്നു. അവനത് വിശ്വസിക്കാനേ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. എങ്ങനെ ഇവളെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് ആലോചിച്ചിട്ട് അവൻ യാതൊരു വഴിയില്ല. ആ പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് ലൂവിന്റെ സോള് പുറത്തേക്ക് വന്ന് അവളുടെ ശരീരത്തിലേക്ക് തന്നെ തിരികെ കയറിയാലേ അവൾ കോമ സ്റ്റേറ്റിൽ നിന്ന് ഉണരാൻ ചാൻസ് ഉള്ളെന്ന് അവന് തോന്നുന്നു.
അവൻ അതിനായി പണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ ലൂവിന്റെ കൂടെ അവനൊരു സ്ലീപ്പിംഗ് ബ്യൂട്ടി ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ കഥ നമുക്കറിയാലോ. ഉറക്കത്തിലേക്ക് പോകുന്ന സ്ലീപ്പിംഗ് ബ്യൂട്ടിയെ കിസ് ചെയ്തുണർത്തുന്ന കഥ. അതുപോലെ ഇവളെ കിസ് ചെയ്യാന്ന് കരുതി വരുമ്പോ പക്ഷെ അവൻ അതിന് കഴിയുന്നില്ല. കാരണം ഇത് കണ്ട് ആകെ ഷോക്കായി. അവിടെ പൂച്ച ലൂ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മുന്നിൽ വെച്ച് അവളുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന അവളെ അവൻ എങ്ങനെ കിസ് ചെയ്യും? അവൻ ആകെ ധർമ്മസങ്കടത്തിലാവുന്നു. ഇതേ ടീം ലൂവിന് വേണ്ടി ഒരു സർപ്രൈസ് ഫാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൾ കോമ സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ലാസ്റ്റ് ആയി കംപ്ലീറ്റ് ചെയ്ത അവളുടെ ആ ഒരു ഡ്രാമയുടെ പേരിൽ അവൾക്ക് അവാർഡ് കിട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നു. അത് അവന്റെ സഹായം കൊണ്ട് മാത്രമല്ല, അവളുടെ ടാലന്റും അതിനൊരു കാരണമാണ്. എപ്പോഴും നോമിനേഷനിൽ അവളും ഫാനും എത്തുമ്പോൾ ഒരു പടി മുകളിൽ ഫാനിനാണ് സമ്മാനം ലഭിക്കാറുള്ളത്. പക്ഷെ ഇത്തവണ അവൻ ആ നോമിനേഷനിൽ നിന്ന് പിന്മാറിയാണ് അവൾക്ക് അവാർഡ് കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ അവളോട് നേരിട്ട് വർഷങ്ങളായി അവൻ അവളെ പ്രണയിക്കുകയാണ്. പക്ഷെ വർഷങ്ങളുടെ ആ ഒരു പരിചയം അവൾ നോ പറഞ്ഞ് പിന്നീട് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ പോകും എന്ന കൺഫ്യൂഷൻ കാരണമാണ് അവനത് തുറന്നു പറയാൻ കഴിയാഞ്ഞത് എന്നവൻ പറയുന്നു. അവൾക്കും ഓൾറെഡി ഇവന് തന്നോട് ഇഷ്ടമുണ്ട് എന്ന കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും അത് നേരിട്ട് കേൾക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ അവൾ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി ഒരു പൂച്ചയായി ഫാനിന്റെ അടുത്ത് എത്തിയ ശേഷം അവൻ തന്നെ അവളെ ഒരേ ബെഡിൽ കെട്ടിപ്പിടിച്ച് കിടത്താറുണ്ടായിരുന്നെങ്കിൽ ഇന്നവൾ അവന്റെ കൂടെ ആയിരുന്നില്ല ഒരു റൂമിൽ കഴിഞ്ഞത്. അന്ന് രാത്രിയാകട്ടെ വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുന്നു. ഈ അവാർഡ് ലൂവിന് കിട്ടാനായിട്ട് ഫാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അറിയുന്ന മായി അത് കൊളമാക്കാനായി കോമ സ്റ്റേറ്റിലുള്ള ലൂവിനെ തന്റെ ആളിനെ വിട്ട് തട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് അവളെ വെച്ച് ഫാനിനോട് വിലപേശുന്നു. അതിന്റെ ഭാഗമായി തന്റെ കൂടെ ഒരു പ്രസ് മീറ്റ് ഫാനിനോട് അറ്റൻഡ് ചെയ്യാനായി മായ ആവശ്യപ്പെടുന്നു. ആ പ്രസ് മീറ്റിൽ നീ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് എല്ലാവരോടും പറയണമെന്നാണ് മായ ആവശ്യപ്പെടുന്നത്. മായയുടെ കസ്റ്റഡിയിലുള്ള ലൂവിന് അപകടമൊന്നും വരാതിരിക്കാനായി അതിന് ഫാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഫാൻ പ്രസ് മീറ്റില് മായയുടെ കൂടെ ഞങ്ങൾ റിലേഷനിലാണെന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് നൽകുമ്പോൾ അത് ടിവിയിലൂടെ കാണുന്ന ലൂവിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇതെന്ത് ഇങ്ങനെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നെ ചതിക്കായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവൾ വേഗം തന്നെ ആ പ്രസ് മീറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകാനായി മാനേജറിനോട് ആവശ്യപ്പെടുന്നു. മാനേജർ ആദ്യം അതിന് കൂട്ടാക്കുന്നില്ലെങ്കിലും അവൾ നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അങ്ങനെ അവിടെ ഒരു പൂച്ച ഇങ്ങനെ ഓടി വരുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് വെറുമൊരു സാധാരണ കാഴ്ചയാണെങ്കിൽ തന്നെ അന്വേഷിച്ച് ലൂ എത്തിയതാണെന്ന് അത് കാണുമ്പോൾ ഫാനിന് മനസ്സിലാവുന്നു. പക്ഷെ അവൻ അപ്പോഴും മായി ക്യാമറയുടെ മുന്നിൽ നിന്ന് തങ്ങളുടെ റിലേഷനെ പറ്റി വാതോരാതെ സംസാരിക്കുമ്പോൾ അതിനൊന്നും എതിർക്കാതെ അത് കേട്ടു നിൽക്കാണ്. ഇത് കണ്ട് ലൂ ആകെ തകരുന്നു. ഇവൻ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അപ്പൊ വെറും ഒരു അഭിനയമായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോ ഇവൻ എന്നെ ഇട്ടിട്ട് പോവുകയാണോ എന്നെല്ലാം അവള് ചിന്തിക്കുന്നു. അവളെ തട്ടിക്കൊണ്ടുപോയി മായി വിലപേശുന്ന കാര്യമൊന്നും അവൾക്ക് അറിയില്ലല്ലോ. ഇൻ കേസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മായി നശിപ്പിച്ചാലോ പെർമനന്റ് ആയി എന്തെങ്കിലും ഡാമേജ് ആക്കിയ പിന്നീട് എന്ത് ചെയ്യുമെന്ന പേടിയൊക്കെ ലൂവിന് വരുമോ എന്ന് കരുതിയാണ് ഫാൻ ഇതുവരെ അത് തുറന്നു പറയാതിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് വലിയ സങ്കടത്തിൽ പുറത്തേക്ക് ലൂ പോകുന്നു. തുടർന്ന് അവളുടെ സങ്കടം കണ്ട് മാനേജറാണ് അവളുടെ ബോഡി ഇപ്പോൾ മായയുടെ കസ്റ്റഡിയിലാണുള്ളത്, അതുകൊണ്ടായിരിക്കാം ഫാൻ ഇങ്ങനെ പറയേണ്ടി വന്നതെന്ന കാര്യങ്ങൾ അവളെ അറിയിക്കുന്നത്. അവൾ വേഗം തന്നെ തന്റെ ബോഡി കണ്ടുപിടിച്ച് താൻ അതിലേക്ക് വീണ്ടും തിരികെ പോകുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുന്നു. അവൾ അങ്ങനെ നേരെ മായുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഈ പൂച്ചയെ കാണുന്ന മായി ഓൾറെഡി ഈ പൂച്ച തന്റെ മുഖത്തുനിന്ന് മാന്തിയ കലിപ്പില് ഒരു കാലത്ത് ഇത് തന്റെ വളർത്തു പൂച്ചയായിരുന്നു എന്ന കാര്യം പോലും പരിഗണിക്കാതെ അതിനെ കൊല്ലാനായി പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ് അവൾ തട്ടിക്കൊണ്ടുവന്ന ലൂവിനെയും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂച്ചയെ കൊല്ലാനായി അവൾ അതിനെ അടിക്കുന്ന ടീം അതിന്റെ ശരീരത്തുണ്ടായിരുന്ന സോൾ വീണ്ടും ലൂവിന്റെ ശരീരത്തിലേക്ക് തിരികെ ചെല്ലുന്നു. അങ്ങനെ ആ സോൾ വീണ്ടും അതിന്റെ ശരീരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ പതിയെ ലൂ കണ്ണു തുറക്കുമ്പോൾ അത് കാണുന്ന മായി വീണ്ടും വയലന്റ് ആവുന്നു. അവൾക്ക് ഈ പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് സോള് പോയതൊന്നും അറിയില്ല, മറിച്ച് ലൂ കോമയിൽ നിന്ന് റിക്കവർ ആയി എന്നത് മാത്രം മനസ്സിലാവുന്നുള്ളൂ. വേഗം തന്നെ അവൾ ലൂവിനെ ആക്രമിക്കാനായി തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഫാനും മാനേജറും എത്തുന്നു. മാനേജർ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുമ്പോഴേക്കും ലൂവിനെ അപകടത്തിൽപ്പെടുത്താൻ നോക്കുന്ന മായയും അവളുടെ ഹെൽപ്പറിനെയും കൂടി ഫാൻ തടുക്കാണ്. അങ്ങനെ ഒരുവിധം അവരെ അടിച്ചിട്ട് ലൂവിനെ അവർ രക്ഷിക്കുന്നു. സോറി, ഞാൻ വരാൻ ലേറ്റ് ആയി പോയി, നിനക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് വളരെ ടെൻഷനോടെ ഫാൻ ചോദിക്കുമ്പോൾ ലേറ്റ് ആയത് ഞാനാ, നിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയെന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നു. ഇവരങ്ങനെ വീണ്ടും ഒന്നു ചേരാൻ സാധിച്ചതിൽ ഒരുപാട് ഹാപ്പി ആണെങ്കിലും ആ പൂച്ചയ്ക്ക് അടിയേറ്റതോടുകൂടി അതിനെന്തു പറ്റിയെന്നോർത്ത് അവർ ടെൻഷനിൽ അവിടെയുള്ള ആ പൂച്ചയെ ചെന്ന് നോക്കുമ്പോൾ ഭാഗ്യവശാൽ അത് മ്യാവെന്ന് കരയുന്നു. അതിലൂടെ അതിന് അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അവർ 3 പേരും ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ പിന്നീട് ഒരു വർഷത്തിന് ശേഷം നമ്മൾ കാണുമ്പോൾ വീണ്ടും ഒരു അവാർഡ് ദിവസമാണ്. ഇത്തവണ കഴിഞ്ഞ അവാർഡ് സമയത്ത് താൻ വെറും നോമിനേഷനിൽ മാത്രം ഒതുങ്ങി അവാർഡ് കിട്ടിയിരിക്കുന്നത് ഫാനിനാണെന്ന് കണ്ടപ്പോ അടുത്ത തവണയെങ്കിലും ഞാൻ അവാർഡ് വാങ്ങുമെന്ന് അവള് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഫാൻ ഇത്തവണ അവൾക്ക് അവാർഡ് കിട്ടുന്ന രീതിയിൽ അവൻ നോമിനേഷനിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ ഇത്തവണത്തെ അവാർഡ് ലൂവിന് തന്നെയാണ്. പക്ഷെ ആ അവാർഡ് കിട്ടുന്നതിലും വലിയ സന്തോഷം കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്റെ ഒപ്പം നിഴല് പോലെ ഉണ്ടായിരുന്ന ഫാനിന്റെ സ്നേഹം ഇത്തവണ തിരിച്ചറിഞ്ഞ് അവന്റെ കൂടെ ഒന്നു ചേരാൻ സാധിച്ചല്ലോ എന്ന കാര്യത്തിലായിരുന്നു. അങ്ങനെ കുട്ടിക്കാലം മുതലേ തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഫാനിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ലൂവും അവനും ഒന്നു ചേരുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇത് വളരെ രസകരമായ ഒരു ഫാന്റസി ക്യൂട്ട് ലവ് സ്റ്റോറി ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ
വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.